ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബേബീസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ജൂൺ 4-ാം തീയതി ബുധനാഴ്ച വാസ്തു ദിവസമാണ്. വീട്ടിലെ ഈശാന മൂലയിൽ ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ ഒരു കലശം തയ്യാറാക്കി വയ്ക്കുക. വാസ്തുപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വളരെ വലിയൊരു പരിഹാരമാണിത്. മനയാടി ശാസ്ത്രപ്രകാരം വാസ്തു ഭഗവാൻ ഒരു വർഷത്തിൽ 8 ദിവസങ്ങൾ കണ്ണുകൾ തുറക്കുന്നു. അതാണ് വാസ്തു ദിവസം എന്ന് നമ്മൾ പറയുന്നത്. നാളെ വൈകാശി മാസത്തിൽ വരുന്ന വാസ്തു ദിവസമാണ്. മാത്രമല്ല ബുധനാഴ്ച ദിവസത്തിൽ വരുന്നു എന്നുള്ളത് മറ്റൊരു വലിയ പ്രത്യേകതയാണ്. പൊന്ന് കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്ന് പറയും. വെളുത്ത പക്ഷവും നവമി തിഥിയും സൂര്യഭഗവാന്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രവും ഈ ദിവസത്തിൽ ഒന്നുചേരുന്നു. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും അസുഖമോ നഷ്ടമോ കടമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നത്. വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് ഭഗവാന്റെ തലഭാഗം, വാസ്തു ഭഗവാന്റെ തലഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഈശാനമൂല എന്ന് പറയുന്നു. തെക്ക് കിഴക്ക് മൂലയിലായി ഭഗവാന്റെ കാൽപാദങ്ങൾ വരുന്നു. ഇത് കുബേരമൂല അല്ലെങ്കിൽ കന്നിമൂല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ വാസ്തു പുരുഷൻ്റെ തലഭാഗം വരുന്ന ഈശാനമൂലയിൽ പൂജാമുറിയും കാൽഭാഗങ്ങൾ വരുന്ന കുബേരമൂലയിൽ ആ വീടിൻ്റെ ഗൃഹനാഥ താമസിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം വരുന്നത്, പണം സൂക്ഷിക്കുന്ന വാർഡ്രോബൊക്കെ ഈ കോർണറിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ പരിഹാരം ചെയ്യേണ്ട സമയം നോക്കാം. രാവിലെ 9:58 മുതൽ രാവിലെ 10:34 വരെ, അവസാന 10 മിനിറ്റുകൾ വളരെ നല്ലത്. പരിഹാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് വാസ്തു ദിവസവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നോക്കാം. മഹാദേവൻ വാസ്തു ഭഗവാനോട് ഭൂമിയിലുള്ള അസുരന്മാരുടെ ചലനമറ്റ ശരീരങ്ങൾ നീക്കം ചെയ്യുവാൻ ഉത്തരവിടുന്നു. അതു കേട്ട വാസ്തു ഭഗവാൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പരമശിവൻ വാസ്തു ഭഗവാനോട് ഭൂമിയിൽ ഉറങ്ങുവാനും വർഷത്തിൽ 8 ദിവസങ്ങൾ മാത്രം ഉണർന്നിരിക്കുവാനും ആ ദിവസങ്ങളിൽ ശിവപൂജ ചെയ്യുവാനും നിർദ്ദേശിക്കുന്നു. വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ആരൊക്കെയാണോ വാസ്തു ഭഗവാനെ പൂജ ചെയ്യുന്നത് അവർക്കെല്ലാം സകല നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് വരം നൽകുന്നു. വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കുന്ന ഈ വാസ്തു ദിവസങ്ങളിൽ ആരെല്ലാമാണോ വാസ്തു ഭഗവാനെ പൂജിക്കുന്നത് അവർക്കെല്ലാം ഭഗവാൻ എങ്ങനെയാണോ മരിച്ചു വീണ അസുരന്മാരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി ഭൂമിയെ ശുദ്ധപ്പെടുത്തിയത് അതേപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കെട്ട ശക്തിയെയും തിന്മകളെയും ദുർദേവതകളെയും തുടച്ചു നീക്കി സകല ഐശ്വര്യങ്ങളും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വീടിൻ്റെ പ്രധാന വാതിൽ മുതൽ ജനലടുക്കള, പൂജാമുറി, കുബേരമൂല, ബാത്റൂം എല്ലാം കൃത്യമായി സ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടത് ആ വീടിൻ്റെ ഐശ്വര്യത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും വളരെ അത്യാവശ്യമാണ്. ജലം, ഭൂമി, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾക്കും ഒരു ശക്തിയുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾ ഒന്നു ചേർന്നാൽ പ്രവചിക്കാനാവാത്ത ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ വീട്ടിൽ നല്ലത് ചെയ്യണം, നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാസ്തു ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതായത് വാസ്തു ദിവസങ്ങളിൽ നമ്മൾ വാസ്തു ഭഗവാനെ വഴിപെടുന്നത് വളരെ നല്ലതാണ്. വാസ്തു ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക. വാസ്തു ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് താഴെയായി നൈവേദ്യമായി ഒരല്പം നവധാന്യങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തുണിയിൽ അല്പം നവധാന്യങ്ങൾ എടുത്ത് കെട്ടി നമ്മുടെ പ്രധാന വാതിലിൽ ഫ്രണ്ട് ഡോറിൽ തൂക്കിയിടുന്നത് വളരെ നല്ലതാണ്. അടുത്ത വാസ്തു ദിവസം വരെ ആ കിഴി പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ ഡോറിൽ നമുക്കവിടെ വയ്ക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കത് പക്ഷികൾക്ക് ഭക്ഷണമായി നൽകാം. അടുത്ത വാസ്തു ദിവസം ജൂലൈ 27-ാം തീയതി രാവിലെ 7:44 മുതൽ 8:20 വരെയാണ്. ആരെങ്കിലും ഈ വീഡിയോ ലേറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് അടുത്ത വാസ്തു ദിവസം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഇനി പരിഹാരത്തിലേക്ക് പോകാം. ഒരു ബ്രാസിൻ്റെ കലശമെടുക്കുക. അതിൽ ശുദ്ധമായ വെള്ളം നിറച്ച് അതിലേക്കൊരൽപ്പം കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചക്കർപ്പൂരം ഇവ മൂന്നും ചേർക്കുക. വീടിൻ്റെ ഈശാന മൂലയിൽ നമ്മൾ വടക്ക് കിഴക്ക് മൂലയിൽ ഈ വെള്ളം വയ്ക്കണം. എന്നിട്ട് ഈ കലശത്തിലേക്ക് നിങ്ങളുടെ വലത്തെ കൈയിലെ മോതിരവിരലിടുക. വെള്ളത്തിൽ തട്ടുന്നത് പോലെ മോതിരവിരലിട്ടിട്ട് ഓം വാസ്തു പുരുഷായ നമ, ഓം വാസ്തു പുരുഷായ നമ,
ഓം വാസ്തു പുരുഷായ നമ എന്ന് 27 തവണ ചൊല്ലുക. ഇത് കുട്ടികളുടെ കൈയൊന്നും തട്ടാത്ത രീതിയിൽ അല്പം ഉയർത്തി മുകളിലായിട്ട് വയ്ക്കുക. കുളിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പീരിയഡ്സ് ടൈമിലൊന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് രാത്രിയോ ഈ വെള്ളം മാവില അല്ലെങ്കിൽ വെറ്റില ഉപയോഗിച്ച് വീടിനകത്തും പുറത്തുമായി വീടിന് ചുറ്റും പരിസരത്ത് പറമ്പിലെല്ലാം തെളിക്കാവുന്നതാണ്. വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐക്യവും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വിശ്വാസപൂർവ്വം ശ്രമിക്കുക. നാളത്തെ ദിവസം അല്ലെങ്കിൽ വാസ്തു നാളിൽ ഭൂമി പൂജ ചെയ്യുന്നത്, വീട് പണി നടക്കുകയാണെങ്കിൽ കട്ടിള വയ്ക്കാനുള്ള പൂജ ചെയ്യുന്നതൊക്കെ വളരെ വളരെ അനുയോജ്യമായിട്ടുള്ള ദിവസമാണ്. അതേപോലെ ഇത്തരം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവുക. ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കാണുന്ന ജോയിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവുക. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്നു. സ്പിരിച്വലായിട്ട് ഒരുമിച്ചുള്ളൊരു ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവരുടെ ജീവിതത്തിലും വാസ്തു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ, ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനയ്ക്ക്.